നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് വേഗം തയ്യാറാക്കുന്ന ഒരു റൈസാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പം 1 ഗ്ലാസ് അരിയെ എടുത്തിട്ടുള്ളൂ. നമ്മൾ 1 ഗ്ലാസ് അരി കഴുകി കുതിർത്ത് വെച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് എത്രയാണെന്ന് വെച്ചാൽ ഒഴിക്കാം, കാരണം നമുക്കിത് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിനകത്ത് ഉപ്പിട്ട് ഏലക്ക, ഗ്രാമ്പു, പട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളതൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക. അത് മൂടി വയ്ക്കുക. പിന്നീട് ഇതിപ്പോൾ ഞാൻ ഒരു 3 പീസ് ചിക്കനേ ഉള്ളൂ. അത് പകുതി സവാള, കുറച്ച് ക്യാരറ്റ്, 1 പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇച്ചിരി 2 അല്ലി വീതമൊക്കെ കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇത്രയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. ഇത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ഈ ചിക്കനിലേക്ക് കുരുമുളക്, ഗരം മസാല, ചിക്കൻ മസാല, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മിക്സിയിൽ അരച്ച ശേഷം ഇന്നലെ രാത്രി ഫ്രിഡ്ജിലാക്കി വെച്ചത്. അപ്പോൾ ഈ 3 പീസ് ചിക്കനുണ്ട്. ചിക്കൻ വലിയ പീസിലാണ്. അത് നമുക്ക് ലാസ്റ്റ് എങ്ങനെയാണ് ഇത് റൈസിലേക്ക് ആക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുക. ബാക്കി നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഈ അടപ്പൊന്ന് തുറന്നിട്ട് കുറച്ച് കഴിയുമ്പം നമ്മൾ ഇളക്കി കൊടുക്കണം. അതിൻ്റെ എങ്ങനെ ആയിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട്. വേവൊക്കെ കുഴപ്പമില്ല, ഇനി ആവണം. നമുക്ക് ഊറ്റിയെടുക്കാനുള്ളതാണ്. നമുക്കിതിൻ്റെ മൂടി തുറന്നിട്ട് റെഡി ആയോ എന്ന് നോക്കാം. ചോറ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അല്ലാത്തവർ ഇങ്ങനെ കയ്യിൽ ചോറെടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി. ഇതിപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഊറ്റിയെടുത്തിട്ട് കാണിക്കാം കേട്ടോ. നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ചോറ് ഇത്രയേ ഉള്ളൂ. ഉച്ചക്കത്തേക്ക് ശങ്കരക്കുട്ടിന് മാത്രം മതി. എനിക്ക് മാഷേട്ടൻ വേണ്ട. ഞങ്ങൾക്ക് ചോറും കറിയൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് മതി. മോന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതനുസരിച്ച് അരി കൂടുതൽ എടുക്കേണ്ടവർക്ക് അരി കൂടുതൽ എടുത്ത് ചെയ്താൽ മതി. ഞാൻ വെറുതെ ഇത് ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് അത്രേ ഉള്ളൂ. ചോറ് ഊറ്റി വെച്ച് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഇപ്പോഴും ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് കേട്ടോ, തണുപ്പായതുകൊണ്ടേ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുമ്പോൾ കൂടിപ്പോവും, ചിലപ്പോൾ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഇനിയും കുറച്ചും കൂടെ ഒഴിക്കാമെന്ന് വെച്ച് കുറച്ചും കൂടെ എടുത്തിടുമ്പോഴത്തേക്കിന് ഈ എടുത്തത് നമ്മൾ ഇത്രയും വേണ്ടിയിരുന്നില്ല എന്ന് ഉള്ള അവസ്ഥയായി പോകും. അങ്ങനെ അതുകൊണ്ട് എണ്ണയിൽ ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട് ഈ തണുപ്പ് കാലത്ത്. കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ചിക്കൻ കോരി എടുക്കണം. അപ്പോൾ ഞാൻ ഒരെണ്ണം കോരി എടുത്തിട്ടുണ്ട്. മറ്റേത് ഇപ്പോൾ കോരി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കാരണം ഇത് ഞാൻ തന്നെയാണല്ലോ ക്യാമറ പിടിക്കുന്നതും ഉണ്ടാക്കുന്നതും ഒക്കെ. അപ്പോൾ ഇത് കോരി എടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ കോരി എടുത്തിട്ട് കാണിച്ചു തരാം. ചിക്കൻ കോരിയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചിരിക്കുന്ന പാനിലേക്ക്, ആ പാത്രത്തിലേക്ക് ആ ചിക്കനിൽ നിന്നും ഫ്രൈ ചെയ്ത കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചെടുത്തിട്ട് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിനകത്ത് ബീൻസും ക്യാപ്സിക്കം ഒക്കെ ചേർക്കാം. അപ്പോൾ ഞാനതൊന്നും ചേർത്തിട്ടില്ല. മല്ലി ഇലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ബിരിയാണി മസാലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കണം. ഇതിലേക്ക് എല്ലാം കുറച്ച്, കാരണം നമ്മൾ 3 ചിക്കൻ പീസേ ഉള്ളൂ, കുറച്ച് ഇൻഗ്രീഡിയൻ്റൊക്കെ ചേർത്ത് ഉണ്ടാക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി,
ഇത്രയും മല്ലിപ്പൊടി, ഇത്രയും ചിക്കൻ മസാല, ഇത്തിരി മുളക് പൊടി, ഇത്രയും കുരുമുളക് പൊടി. അടച്ച് വെച്ച് വേവട്ടെ. നമ്മളിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അതായത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് കെച്ചപ്പ് ഉള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം, തക്കാളി സോസ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിനകത്ത് തക്കാളി ആദ്യമേ ചേർത്തിട്ടില്ല. അല്ലെങ്കിൽ കുറച്ച് തക്കാളി അരിഞ്ഞ് ആ സമയത്ത് ചേർത്ത് കൊടുത്താലും മതിയാവും. ചോറ് അതിലേക്ക് തട്ടുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു ഈസി ആയിട്ടുള്ളൊരു മന്തി റൈസാണിത് നമ്മൾ തയ്യാറാക്കുന്നത്. കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഞാനിതിൽ ഇത്രയും നെയ്യ് മാത്രമേ ചേർക്കുന്നുള്ളൂ. നെയ്യും എണ്ണയും ഒക്കെ വളരെ കുറച്ചാണ് ഒഴിക്കുന്നത്. കുറച്ച് ചാർക്കോൾ എന്താണ്ട് ഇതിനേക്ക് പുകച്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് തീ സിമ്മിലിട്ടാൽ മതിയാവും. നമ്മൾ ഈ ചോറിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഒരടപ്പിൽ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഞാൻ ഒഴിച്ചത് എടുത്തിട്ടില്ല, വീഡിയോ എടുക്കാൻ മറന്നുപോയി. കുറച്ച് കഴിഞ്ഞ് നമ്മൾ മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ മല്ലിയില ഒന്നും ചേർക്കുന്നില്ല, അതിനൊന്നും ആവശ്യമില്ല. ഒന്ന് മിക്സ് ചെയ്ത് ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഫ്രിഡ്ജിൽ ഇതുപോലെ ചിക്കൻ റെഡിയാക്കി ഒരു ദിവസം മുമ്പേ വെച്ചിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുമെന്ന് അറിയുമ്പോൾ തലേന്ന് ഇതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ മതിയായിരിക്കും. മറ്റു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ.